Mustafa Kemal or Rise of New Turkey or Turkey and Kemal Atatürk. So the First World War destroyed Turkey almost completely. ഒന്നാം ലോക മഹായുദ്ധം ടർക്കിയെ ഏകദേശം എന്ത് ചെയ്തു പൂർണ്ണമായി നശിപ്പിച്ചു. Turkey was one of the defeated power in the war. യുദ്ധത്തിൽ പരാജയം ഉണ്ടായ ശക്തിയായിരുന്നു തുർക്കി. She lost a good part of its empire during the war. യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭൂരിഭാഗം അവർക്ക് എന്ത് ചെയ്യുന്നു നഷ്ടമാവുന്നു. She was compelled by the victorious powers to sign the Treaty of Services. ഈ വിജയിച്ച ശക്തികൾ എന്ത് ചെയ്യുന്നു അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു ട്രീറ്റിയിലൊക്കെ ഒപ്പുവെച്ചു. ടർക്കിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു ട്രീറ്റി ഒപ്പുവയ്ക്കാൻ നിർബന്ധരാക്കുന്നു. But the patriotic youth of Turkey considered this treaty as a humiliating one. പക്ഷേ അവിടുത്തെ ധീരരായ ചെറുപ്പക്കാർ കരുതി ഇങ്ങനെയൊരു ട്രീറ്റി ഈ വിക്ടോറിയസ് കാരണം ഇവർ കീഴടങ്ങുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രീറ്റി ഒപ്പുവയ്ക്കുക എന്ന് പറയുന്നത് അതൊരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒന്നാണെന്ന് എന്ത് ചെയ്യുന്നു അവർ മനസ്സിലാക്കുന്നു. So the youth of Turkey under the energetic leadership of Mustafa Kemal Pasha organized themselves into a new political party called Young Turks. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഒരു എനർജറ്റിക് പേഴ്സൻ്റെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അതാണ് എന്താ യങ് ടർക്ക് എന്ന പേരിൽ അവർ എന്ത് ചെയ്തു ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. സോ കമാൽ severely criticized the Treaty of Sevres and openly proclaimed that the treaty was not accepted by the Turks. അപ്പോൾ ഈ കമാൽ പാഷ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഈ വിക്ടോറിയസ് പവേഴ്സിന് വേണ്ടിയിട്ട് സെർവ് എന്ന് പറയുന്ന ട്രീറ്റി സൈൻ ചെയ്യുന്നതിന് ഒരുപാട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയും അദ്ദേഹം എന്ത് ചെയ്തു ഓപ്പണായിട്ട് തന്നെ ഈ വിക്ടോറിയസ് പവേഴ്സിനോട് പ്രഖ്യാപിക്കുന്നു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഈ കരാറിൽ ഒരു ഒപ്പുവയ്ക്കത്തില്ല. ദേ ആൾസോ ബിക്കം ടു ക്യാൻസൽ ദ ട്രീറ്റി. ഇതിന് തയ്യാറായി ട്രീറ്റി ക്യാൻസൽ ചെയ്യാനും തയ്യാറാവും. ബട്ട് ദ ടർക്കിഷ് സുൽത്താൻ remained silence because he was too weak to resist the great powers. പക്ഷേ ടർക്കിയിലെ സുൽത്താൻ അദ്ദേഹം വളരെ സൈലൻ്റ് ആയിരുന്നു. കാരണം എന്താണ് ഈ ശക്തികളെ എതിർക്കുവാനുള്ള ശക്തി ആർക്കില്ലായിരുന്നു, ഈ ഗ്രേറ്റ് പവേഴ്സിനെ എതിർക്കാനുള്ള ശക്തി ആർക്കില്ലായിരുന്നു, കമാലിനല്ല അവിടുത്തെ ടർക്കിഷ് സുൽത്താന് ഇല്ലായിരുന്നു. സോ കമാൽ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ടുക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഫലമായിട്ട് ഉത്തരവാദിത്തം ആരേറ്റെടുക്കുന്നു കമാലും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഏറ്റെടുക്കുന്നു. In 1920s they took a very bold setup. അവരെന്ത് ചെയ്യുന്നു ഒരു വലിയ നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്നു. അങ്കാറ ഈസ് ദി ക്യാപിറ്റൽ ആൻഡ് ദേ സെറ്റപ്പ് എ റിബൽ ഗവൺമെൻറ്. അവരെന്ത് ചെയ്യുന്നു അങ്കാറയെ ഒരു ക്യാപിറ്റലായി സ്വീകരിച്ചുകൊണ്ട് ഒരു റിബൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ മുസ്തഫ കമാൽ പാഷയും അദ്ദേഹത്തിൻ്റെ അനുയായികളും എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നു. In the meanwhile, Greece, according to the Treaty of Sevres, took possession of Turkish territory Smyrna. അപ്പോൾ ഇതേ സമയം എന്ത് ചെയ്യുന്നു ഈ ട്രീറ്റി ഒപ്പുവെച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട മറ്റൊരു രാജ്യമാണ് ഏതാ ഗ്രീസ്. അവർ ഈ സെർവ് എന്ന് പറയുന്ന ട്രീറ്റിൽ എന്ത് ചെയ്യുന്നു ഒപ്പുവെച്ചുകൊണ്ട് തുർക്കിയുടെ കൈവശമുണ്ടായിരുന്ന സ്മിയാറ എന്ന് പറയുന്ന പ്രദേശം എന്ത് ചെയ്യുന്നു ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. But the enthusiastic young Turks under their leader Mustafa Kemal defeated the Turk army on Turkish soil defeated the Greek army on Turkish soil and the entire Asia Minor as soon as after freed from Allied control. പക്ഷേ ഈ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ഈ യങ് ടർക്സ് എന്ത് ചെയ്യുന്നു ഗ്രീക്ക് ആർമിയെ തുർക്കിയുടെ മണ്ണിൽ നിന്നും എന്ത് ചെയ്യുന്നു അടിച്ചു പുറത്താക്കുന്നു, പരാജയപ്പെടുത്തുന്നു. ആൻഡ് ഏഷ്യ മൈനർ പ്രദേശം മുഴുവനും എന്ത് ചെയ്യുന്നു ഇവർ കൈവശം കൊണ്ടുവരികയും ചെയ്യുന്നു. ദെൻ കമാൽ ഡിക്ലെയർഡ് ടർക്കി ടു ബി എ റിപ്പബ്ലിക്. സോ ദെൻ കമാൽ ഡിക്ലെയർഡ് ടർക്കി ടു ബി എ റിപ്പബ്ലിക്. അപ്പോൾ ഈ ഏഷ്യ മൈനർ പ്രദേശം പിടിച്ചെടുക്കിയതിന് ശേഷം മുസ്തഫ കമാൽ പാഷ എന്ത് ചെയ്യുന്നു ടർക്കി ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ആക്ച്വലി കമാൽ ആരാ അതിന് പറഞ്ഞ അവിടെ ഒരു ഓർഗനൈസേഷൻ യങ് ടർക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ നേതാവായിരുന്നു അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ അറിവല്ലായിരുന്നു. സുൽത്താൻ വളരെ വീക്കായതുകൊണ്ട് ഇയാളത് ഏറ്റെടുക്കുക ചെയ്തത്. സോ ഹി ബിക്കെയിം ഹിസ് ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ്. അങ്ങനെ ടർക്കിയുടെ
ആദ്യത്തെ തിരഞ്ഞെടുത്ത പ്രസിഡൻ്റായിട്ട് ആര് മാറുന്നത്? മുസ്തഫ കമാൽ പാഷ മാറുന്നു. എ പീസ് ട്രീറ്റി വാസ് നെഗോഷിയേറ്റഡ് ബിറ്റ്വീൻ കമാൽ ആൻഡ് ഹിസ് അലീഡ് പവേഴ്സ്. അവിടെ വെച്ചൊരു സമാധാന കരാർ കമാലും അദ്ദേഹത്തിൻ്റെ അലീഡ് പവേഴ്സും കൂടി എന്ത് ചെയ്യുന്നു? ഒപ്പുവയ്ക്കുന്നു. ഇറ്റ് വാസ് സൈൻഡ് സെറ്റ് ലൗസാന ഇൻ സ്വിറ്റ്സർലൻഡിൽ ലൗസാനിൽ വെച്ചാണ് അദ്ദേഹത്തിന് ടർക്കിയും അവരുടെ അലീഡ് പവേഴ്സും കൂടി എന്ത് ചെയ്യുന്നത്? ഒരു ട്രീറ്റിൽ ഒപ്പുവെക്കുന്നത്. ഇറ്റ് എൻഡഡ് ദ ഏർലിയർ ട്രീറ്റി ഓഫ് സെവ്സ് ആസ് സൈൻഡ് ബൈ ദ സുൽത്താൻ. ഇറ്റ് റെക്കഗ്നൈസ് ദ ന്യൂ ഗവൺമെൻറ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നേരത്തെ ഈ രാജാവ് ടർക്കിയിലെ സുൽത്താൻ എന്ത് ചെയ്തിരുന്നു? ആ സെവ്സ് എന്ന് പറയുന്ന ട്രീറ്റിൽ എന്ത് ചെയ്യുന്നു? ഒപ്പുവെച്ചിരുന്നു. പക്ഷേ ഈ പുതിയ ട്രീറ്റി വന്നതോടുകൂടി എന്ത് ചെയ്തു? പഴയ ട്രീറ്റി കാലഹരണപ്പെട്ട് പോവുകയും ചെയ്തു. അങ്ങനെ പുതിയ ഗവൺമെൻറ്റിനെ അവർ അംഗീകരിക്കുകയും ചെയ്തു. ടർക്കി അണ്ടർ കമാൽ പാഷ വാസ് എ റിപ്പബ്ലിക് ഇൻ ടർക്കി അണ്ടർ മുസ്തഫ കമാൽ പാഷ വാസ് റിപ്പബ്ലിക്. എന്ത് ചെയ്തു? അങ്ങനെ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ടർക്കി എന്തായി മാറി? ഒരു റിപ്പബ്ലിക്കായിട്ട് മാറപ്പെടുന്നു. ഇൻ ഓൾ വേൾഡ് അപ്പിയറൻസ് ബട്ട് ഇറ്റ് വാസ് എ ഡിക്റ്റർഷിപ്പ് ഓഫ് ഹിറ്റ്ലർ. അപ്പോൾ ഈ ലോകം മുഴുവൻ എന്ത് ചെയ്തു? ജനങ്ങളുടെ എല്ലാം ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഇതൊരു റിപ്പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്തു എങ്കിൽ പോലും ശരിക്കും പറയുകയാണെങ്കിൽ എന്താ? ഹിറ്റ്ലറുടെ ഒരു ഡിക്റ്റർഷിപ്പ് മോഡലായിരുന്നു ആരും ഉപയോഗിച്ചത്? കമാൽ പാഷ. കമാൽ ഹാഡ് ദ ഹോൾ ഹേർട്ടഡ് സപ്പോർട്ട് ഓഫ് ഹിസ് പീപ്പിൾ. ജനങ്ങളുടെ സപ്പോർട്ട് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ ഹി വാസ് ഗ്രേറ്റ്ലി ലൗഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഹിസ് കൺട്രിമെൻ. ലോകത്തിലെ എല്ലാ ജനങ്ങളും എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ എന്ത് ചെയ്തിരുന്നു. ഹി വാസ് ഗ്രേറ്റ്ലി ലൗഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഹിസ് കൺട്രിമെൻ. തൻ്റെ രാജ്യത്തെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഇഷ്ടപ്പെടുകയുണ്ടായി. ഹി വാസ് കാൾഡ് അത്താതുർക്ക് മീൻ ബൈ ഹിസ് സബ്ജക്റ്റ്. അട്ട മീൻസ് ഫാദർ. അത്ത. അപ്പോൾ അത്ത എന്നാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തെ എന്ത് വിശേഷിപ്പിച്ചിരുന്നത്? ഹി ലവ്ഡ് ഹിസ് പീപ്പിൾ ലൈക്ക് എ ഫാദർ. ഒരു അച്ഛനെ പോലെ എന്ത് ചെയ്തു? ജനങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഇഷ്ടപ്പെട്ടു. ഹി വാസ് ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡൻറ്റ് ഫോർ 4 years. ആദ്യത്തെ എന്താണ് 4 വർഷമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ബട്ട് ലേറ്റർ ഹി വാസ് സെലക്റ്റഡ് ഫോർ ലൈഫ്. പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ലൈഫ് ടൈം ആയിട്ട് പ്രസിഡൻ്റായിട്ട് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ആസ് പ്രസിഡൻറ്റ് ഹി യൂസ്ഡ് ടു കൺട്രോൾ ദ ക്യാബിനറ്റ് ആൻഡ് അതർ ഏജൻസീസ് ഫ്രം ഗവൺമെൻറ്. അപ്പോൾ പ്രസിഡൻ്റായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തു? ക്യാബിനറ്റിനെയും മറ്റ് ഏജൻസീസിനെയും എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം നിയന്ത്രിച്ചു. നോ ഓപ്പോസിറ്റ് പാർട്ടി വെർ അലൗഡ് ടു ജോയിൻ ടർക്കി. മറ്റൊരു പ്രതിപക്ഷത്തെയും വളരെ അദ്ദേഹം എന്ത് ചെയ്തില്ല? അനുഭവിച്ചപ്പോൾ ശരിക്കും ഒരു ഡിക്റ്റേറ്റർ തന്നെ ആയിരുന്നെങ്കിൽ ജനങ്ങളോട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു. നമ്മൾ ഹിറ്റ്ലറിനെ പോലെയായിരുന്നു അദ്ദേഹം നമ്മൾ പറഞ്ഞത്. പക്ഷേ ജനങ്ങളോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അവിടെ വളരെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഇൻ ഷോർട്ട് ഹിസ് ഗവൺമെൻറ് വാസ് എ ഡെസ്പോട്ടിക് വൺ. താമസിയാതെ തന്നെ എന്താ? ഒരു ഏകാധിപത്യം ഗവൺമെൻറ്റായിട്ട് മുസ്തഫ കമാൽ പാഷയുടെ ഗവൺമെൻറ് മാറുന്നു. ഒരു ഡെസ്പോട്ടിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ജനങ്ങളോട് ഇദ്ദേഹത്തിന് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ ബാക്കി പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഏജൻസീസിനെ ഒന്നും വളരെ എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. സോ മുസ്തഫ കമാൽ thoroughly changed the existing social order of Turkey. ടർക്കിയുടെ നിലവിലുള്ള സാമൂഹിക ക്രമത്തെ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് അദ്ദേഹം മാറ്റിയെടുക്കുന്നു. ഹി എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ സൊസൈറ്റി ഇൻ പ്ലേസ് ഓഫ് ഓൾഡ്. പഴയ സമൂഹത്തിന് പകരം എന്ത് ചെയ്തു? ഒരു പുതിയ സൊസൈറ്റി അദ്ദേഹം കൊണ്ടുവന്നു. ദിസ് ന്യൂ സൊസൈറ്റി വാസ് എ മോഡേണൈസ്ഡ് ആൻഡ് വെസ്റ്റേണൈസ്ഡ് വൺ. ആധുനികവൽക്കരിക്കപ്പെട്ട പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ഇറ്റ് was brought about a very it was brought about very rapidly. എന്ത് ചെയ്തു? വളരെ വ്യാപകമായിട്ട് അവിടെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ സൊസൈറ്റി വ്യാപിച്ചു. The authority of the Khalifa was brought to an end. ഖലീഫമാരുണ്ടായിരുന്നു. അതായത് മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിംസിൻ്റെ പ്രവാചകന് ശേഷം അധികാരത്തിൽ വന്ന അറേബ്യൻ മേഖലയിൽ അധികാരത്തിൽ വന്ന ആളുകളെ എന്ത്? കാലിഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലിഫ്സ് അഡ്മിനിസ്ട്രേഷൻ എവിടെ ഇല്ലാതാവുന്നു? അമേരിക്കയിലെ ടർക്കിയിൽ എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുന്നു. ടർക്കി വാസ് ഡിക്ലെയർഡ് ആസ് എ സെക്യുലർ സ്റ്റേറ്റ്. ടർക്കി ഒരു മതേതര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു.
The laws of Quran were replaced by modern civil, criminal and commercial state laws. ഖുറാനിലെ നിയമത്തെ മാറ്റിയതിന് പകരം എന്താ ആധുനിക സിവിൽ, ക്രിമിനൽ, കൊമേഴ്സ്യൽ സ്റ്റേറ്റ് ലാസ് ഇവിടെ കൊണ്ടുവന്നു. ടർക്കിയിൽ കൊണ്ടുവന്നു. ദ ലോ കോഡ്സ് ആൻഡ് ദിയർ പ്രൊസീജിയർ വെയർ ആൾസോ മോഡേണൈസ്ഡ്. ലോ കോടതിയുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആധുനികവൽക്കരിച്ചു. ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ആൾസോ സെക്കുലറൈസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായം മതേതരവൽക്കരിച്ചു. ഇൻ ദി പ്ലേസസ് സ്കൂൾസ് റൺ ബൈ മോസ്ക്, സെക്കുലർ സ്കൂൾസ് എസെറ്റ്. പള്ളികളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾക്ക് പകരം അല്ലെങ്കിൽ മദ്രസകൾക്ക് പകരമായിട്ട് എന്ത് ചെയ്തു? സെക്കുലർ സ്കൂളുകൾ സ്ഥാപിച്ചു. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 16. 6 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടുള്ള നിർബന്ധിതമായ വിദ്യാഭ്യാസം എന്ത് ചെയ്ത് പ്രൊവൈഡ് ചെയ്തു. ടർക്സ് അഡോപ്റ്റഡ് മെനി വെസ്റ്റേൺ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്. പല പാശ്ചാത്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചു. ദ ട്രഡീഷണൽ ഫേസ് ക്യാപ്പ് ഓഫ് മുസ്ലിംസ് വെയർ റീപ്ലേസ്ഡ് ബൈ യൂറോപ്യൻ ഹാറ്റ്സ്. മുസ്ലിങ്ങളുടെ ക്യാപ്പ് കണ്ടിട്ടുള്ള തൊപ്പി അത് മാറ്റിയതിന് ശേഷം അവിടെ എന്ത് ചെയ്തു? അതിന് പകരം യൂറോപ്യൻ തൊപ്പികൾ ധരിക്കുന്ന ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നു. ദ വിയറിംഗ് ഓഫ് ഹാറ്റ് വാസ് മെയ്ഡ് കമ്പൽസറി. തൊപ്പി ധരിക്കൽ നിർബന്ധമാക്കി. കമാൽ ആൾസോ അഫക്റ്റഡ് എ സോഷ്യൽ റെവല്യൂഷൻ ഇൻ ഹിസ് കൺട്രി. തൻ്റെ രാജ്യത്തിൽ എന്ത് ചെയ്തു? ഒരു സാമൂഹ്യ വിപ്ലവം അദ്ദേഹം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പോളിഗമി വാസ് പ്രൊഹിബിറ്റഡ് ആൻഡ് വുമൺ വെയർ എൻകറേജ്ഡ് ടു അപ്പിയർ വിത്തൗട്ട് പർദ. പോളിഗമി എന്ന് പറയുന്ന വിവാഹ സമ്പ്രദായം എന്ന് വെച്ചാൽ ബഹുഭാര്യ പത്രത്വമാണ് പോളിഗമി എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കി. അതിനുശേഷം എന്താണ്? അപ്പോൾ സ്ത്രീകൾ പർദ ധരിക്കാതെ പുറത്ത് വരാൻ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ഹി എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾ ഫോർ ഗേൾസ്. സ്കൂൾ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. വുമൺ ബിഗാൻ ടു അപ്പോയിൻറ്റ് സിവിൽ സർവീസ്. ദേ ആൾസോ ഗോട്ട് ഗവൺമെൻറ് ജോബ്സ് ആൻഡ് ആൾസോ ദ റൈറ്റ് ടു വോട്ട്. സിവിൽ സർവീസിൽ അപ്പോയിൻറ്റ് ചെയ്തു, ഗവൺമെൻറ് ജോബിൽ അപ്പോയിൻറ്റ് ചെയ്തു, വോട്ടവകാശം സ്ത്രീകൾക്ക് നൽകി. ദ ചേഞ്ച് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ചേഞ്ച് ഇൻ ദ വെരി ഫേസ് ഓഫ് ടർക്കി. ഇപ്പോൾ സ്ത്രീകളുടെ സ്റ്റാറ്റസിൽ മാറ്റം വന്നപ്പോൾ ടർക്കിയിൽ ആകമാനം എന്ത് ചെയ്തു? മാറ്റം വന്നു. സെവറൽ എക്കണോമിക് റിഫോംസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഒരുപാട് സാമ്പത്തികപരമായ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ടർക്കിഷ് എക്കണോമിക് കണ്ടീഷൻ വാസ് ഇൻ എ ruined state at the time when Kamal came to power. മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വരുമ്പോൾ ടർക്കിയുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമായ ഒന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു? അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹി അഡോപ്റ്റഡ് മെനി മെഷേഴ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡ്. വ്യാവസായിക കാർഷിക മേഖലയിൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി പല ഭരണപരിഷ്കാരം അദ്ദേഹം എന്ത് ചെയ്തു? നടത്തുന്നു. He set up agriculture colleges, established model farms and banks to the finance to these farmers. അഗ്രികൾച്ചർ കോളേജുകൾ സ്ഥാപിച്ചു, മോഡൽ ഫാമുകൾ ഉണ്ടാക്കി. ഈ ഫാമേഴ്സിന് ഫിനാൻസ് കൊടുക്കാൻ വേണ്ടി ബാങ്കുകൾ അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഇതേത് കാലഘട്ടം? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടമാണ് പറയുന്നത്. He set up agencies to distribute seeds and farm machineries to the farmers. ഫാമേഴ്സിന് കാർഷിക ഉപകരണങ്ങളും വിത്തുകളും വിതരണം ചെയ്യുന്നതിന് ഏജൻസികൾ സ്ഥാപിച്ചു. ഹി ആൾസോ പ്ലാന്റഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ മെനി വേസ്. പല രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയലൈസേഷൻ പ്ലാൻ ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. സോ ഹി പ്രൊമോട്ടഡ് ആൻഡ് പ്ലാന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ മെനി വേസ്. പല രീതിയിൽ കൂടി എന്താ വ്യവസായവൽക്കരണം അവിടെ കൊണ്ടുവരാൻ അദ്ദേഹം എന്ത് ചെയ്തു? തീരുമാനിച്ചു. In 1933 5 industrial plants were adopted for the development of hydroelectric power. In 1933 5 industrial plants was adopted for the development of hydroelectric power. അതായത് ഹൈഡ്രോഇലക്ട്രിക് പവറിൻ്റെ പുരോഗതിക്ക് വേണ്ടി 5 ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് എന്ത് ചെയ്തു? ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നു. ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഓഫ് കോപ്പർ ആൻഡ് ഓയിൽ ഡിപ്പോസിറ്റ്സ്. അപ്പോൾ ഈ ഹൈഡ്രോഇലക്ട്രിക് പവേഴ്സ് കൊണ്ടുവന്നതിന് അവിടുത്തെ ഓയിൽ ഡിപ്പോസിറ്റുകളും കോപ്പർ ഡിപ്പോസിറ്റുകളും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഹി മെയ്ഡ് ടർക്കി സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് ലിബറേറ്റഡ് കൺട്രി ഫ്രം പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ബോണ്ടേജസ് ഇൻ ദ അതർ കൺട്രീസ്. മറ്റ് ലോകരാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യപരമായ പിടിപാടുകളിൽ നിന്നും ഒരു സ്വയം പര്യാപ്തമായ രാഷ്ട്രമാക്കി ആരെ മാറ്റുവാൻ? ടർക്കിയെ മാറ്റിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു? മുസ്തഫ കമാൽ പാഷയ്ക്ക് കഴിഞ്ഞു.
Internationally also the prestige of Turkey reached its end. അന്തർദേശീയ തലത്തിലും ടർക്കിയുടെ പ്രസ്റ്റീജ് എന്ത് ചെയ്തു, അതിൻ്റെ ഉയർച്ചയിൽ ചേർന്നു. ഷീ ബിക്കെയിം എ മെമ്പർ ഓഫ് ലീഗ് ഓഫ് നേഷൻ, ലീഗ് ഓഫ് നേഷനിൽ അംഗം ആയിട്ട് മാറുന്നു. ഹർ വോയിസ് വാസ് റെസ്പെക്റ്റഡ് ആൻഡ് ഓണേഡ് ഇൻ ദ സെയിം വേ ആസ് ദാറ്റ് ഓഫ് ദ ഗ്രേറ്റ് പവേഴ്സ്. ഈ ടർക്കിയുടെ ഭാഷ അല്ലെങ്കിൽ ടർക്കിയുടെ ശബ്ദം എന്ത് ചെയ്ത് ലോകരാജ്യങ്ങൾ ഗ്രേറ്റ് പവേഴ്സുകളെ പോലെ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. In 1938 കമാൽ became very tired. കണ്ടിന്യൂസ് ആക്ടിവിറ്റി ruined his health. അദ്ദേഹം 38 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, വളരെ ക്ഷീണിതനായി. കാരണം അദ്ദേഹത്തിന് 1938 കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തെ ആരോഗ്യത്തെ നശിപ്പിച്ചു. സോ he passed away in 1938. 1938 അദ്ദേഹം മരിക്കുകയും ചെയ്തു. By that time, Turkey had become a highly civilized nation that could stand on a par with the other great powers of the world. ലോകത്തിൻ്റെ മറ്റ് ശക്തികളുമായിട്ട് കിടപിടിക്കത്തക്ക രീതിയിൽ ഒരു ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യമാക്കി മാറ്റുവാൻ ഇത്രയും സമയം കൊണ്ട് ആർക്ക് കഴിഞ്ഞു, മുസ്തഫ കമാൽ പാഷയ്ക്ക്. So by his death, Turkey lost its great builder. The Turkish people were mighty leader and a mankind and a great saint. അപ്പം എന്താ, അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാനായ ബിൽഡറെയാണ് എന്ത് ചെയ്യുന്നത്, നഷ്ടമാവുന്നത്. അതുപോലെ തന്നെ ആ ടർക്കിഷ് പീപ്പിളിൻ്റെ ഒരു മൈറ്റി ലീഡറെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ട. ആൻ്റെ ഒരു മാൻകൈൻഡ്, മനുഷ്യസ്നേഹി, ഒരു ഗ്രേറ്റ് സെയിൻറ്റ്, ഒരു മഹാനായ സന്യാസി അവർക്ക് എന്ത് ചെയ്തു, നഷ്ടമാവുക ചെയ്തു.